പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ മക്കൾ പ്രാർത്ഥനയോടും നോമ്പോടും ഉപവാസത്തോടും കൂടെ ഈ പെരുന്നാളിനെ വരവേൽക്കുവാൻ ഒരുങ്ങുന്നതായ ദിവസങ്ങളാണ് ഇപ്പോൾ. വചനം മാംസമായി തീർന്നതിനെ അനുസ്മരിക്കുന്നതായ ആ വലിയ ദിവസമാണ് ക്രിസ്മസ്. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസരൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്നു. സ്വർഗം ഭൂമിയെ ആശ്ലേഷിക്കുന്നതായ ആ വലിയ സമയം, അതാണ് ക്രിസ്മസ്. ലോകം മുഴുവനും ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ആ കാത്തിരിപ്പ് യേശുക്രിസ്തുവിലൂടെ പൂർത്തിയാകുന്നു. ഈ വലിയ സംഭവം വന്ന് ഭവിക്കുന്നത് ബേത്ലഹേമിലാണ്. ബേത്ലഹേം എന്ന പട്ടണം ബേത്ത് ലഹ്മോ, അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. യെരുശലേമിൽ നിന്നും ഏകദേശം 6 മൈൽ തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നതായ ഒരു പട്ടണമാണ് ബേത്ലഹേം. പഴയകാലത്ത് എഫ്രേത്ത എന്നാണ് ബേത്ലഹേം അഥവാ ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത്. മകല മുകളിലുള്ളതായ ഒരു പട്ടണം പോലെയാണ് ഈ പട്ടണം അഥവാ യെരുശലേം കാണപ്പെട്ടിരുന്നത്. ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പട്ടണമാണ് ബേത്ലഹേം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് റാഹേലുമായിട്ട് എഫ്രാത്തായിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബേത്ലഹേമിൽ വഴിയോരത്ത് വെച്ച് അവൾ മരണപ്പെടുകയും തുടർന്ന് അവളെ ആ വഴിയരികിൽ സംസ്കരിക്കുകയും ചെയ്തതായിട്ട്, അവിടെ ഒരു കല്ല് നാട്ടി തുടർന്ന് കല്ലറത്തൂൺ എന്ന് ആ സ്ഥലം അറിയപ്പെടുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകവും 17-ാം അധ്യായം 12-ാം വാക്യം: എന്നാൽ ദാവീദ് യഹൂദ്യയിലെ ബേത്ലഹേമിൽ ഇശായി എന്ന് പേരുള്ള ഒരു എഫ്രാത്തിൻ്റെ മകൻ ആയിരുന്നു എന്ന് നാം വായിക്കുകയാണ്. ദാവീദിൻ്റെ പട്ടണം എന്ന് അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇവിടെ നിന്നും ഉണ്ടാകും എന്നും അവർ വിശ്വസിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, അഗസ്ത്യസ് കൈസർ പേർവഴി ചാർത്തണം എന്നുള്ള ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളുടെ പൂർവികരുടെ ഗോത്രം അനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ പോയി പേർവഴി ചാർത്തണം. യൗസേപ്പ് ദാവീദ് ഗ്രഹത്തിൽ പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ പേർവഴി ചാർത്തുവാൻ വേണ്ടിയിട്ട് ബേത്ലഹേമിലേക്ക് യാത്ര തിരിക്കുന്നത്. കരമടയ്ക്കുവാനും പേർവഴി ചാർത്തുവാനും വേണ്ടിയിട്ട് അവൻ നസ്രയത്തിൽ നിന്നും ഏകദേശം 80 മൈൽ ദൂരം യാത്ര ചെയ്ത് ബേത്ലഹേമിൽ എത്തിച്ചേരുകയാണ്. യൗസേപ്പും അവൻ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നവളായ ഗർഭിണിയായ മറിയാമും 2 പേരും ബേത്ലഹേമിൽ എത്തി. അവർ വിശ്രമിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട്. സാധാരണ വഴിയാത്രികർ വിശ്രമിച്ചിരുന്നതായ വഴിയമ്പലങ്ങൾ, അതേപോലെ തന്നെ വലിയ കെട്ടിടങ്ങളുടെ പൊതുവായ അകത്തളങ്ങൾ, കോർട്ടിയാർഡ് എല്ലാം അവർ അന്വേഷിച്ചു. പക്ഷേ അവിടെയെല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തന്നെ പേർവഴി ചാർത്തപ്പെടുവാൻ വേണ്ടി ഓരോരോ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നതുകൊണ്ട് ആ ഭാഗമെല്ലാം ജനനിബിഡമായി തീർന്നിരിക്കുകയാണ്. ഇതിനോട് തൊട്ടുചേർന്ന് തന്നെ യെരുശലേം ദേവാലയത്തിലേക്ക്
മൃഗബലി കഴിക്കുവാൻ വേണ്ടി മൃഗങ്ങളെ കൊണ്ടുവരുന്നവർ അവരുടെ മൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നതായ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ ദൂരദേശത്ത് നിന്ന് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്തു വന്നവർ അവരുടെ വാഹനമായിരിക്കുന്ന മൃഗങ്ങളെ പ്രത്യേക സ്ഥലങ്ങളിൽ അവർ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. യൗസേപ്പ് ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് ഏറെ കഷ്ടപ്പെടുന്നത്. മൃഗങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം അവിടെ തന്നെ അവർ ക്രമീകരിച്ചു കൊടുക്കും. പക്ഷേ അവിടെ വന്ന് താമസിക്കുന്നവർ അവർ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്ഷണം കരുതുകയോ ചെയ്തിരിക്കണം. അല്പനേരം അവിടെ ചുറ്റി സഞ്ചരിച്ചു. സ്ഥലം കിട്ടാതായപ്പോൾ മറിയാമിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് യൗസേപ്പ് വീണ്ടും വീണ്ടും ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. ഈ സമയത്താണ് മറിയാമിന് ഈറ്റുനോവ് ഉണ്ടാകുന്നത്, പ്രസവവേദന ഉണ്ടാകുന്നത്. എന്താണ് തുടർന്ന് സംഭവിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ചരിത്രത്തിലൂടെയും പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളിലൂടെയും നാം വായിച്ചറിയുന്നുണ്ട്. മറിയാം ഒരു ഗുഹയിൽ പോയി അല്ലെങ്കിൽ കല്ലടാവിൽ പോയി യേശു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്, ബേത്ലഹേം ഗുഹയിൽ ചെന്നഹ ദർശിച്ചു പൈതലിനോടൊപ്പം മാതാവ മറിയാം തന്നെ. കീറത്തുണി ചുറ്റി പാറപ്പൊത്തിലിതാ പാൽ നുകരുന്നയ്യോ ലോകമഹോന്നത ദേവേശൻ. ഗുഹയിൽ ജനിച്ചോനാം സുതനായി സ്തുതി പാടി മാലാഹമാരോ ഡാട്ടിടയരുമീറേന്മാരും. ഒരു കല്ലടാവിൽ ലോകത്തിൻ്റെ രക്ഷകന് അവൾ ജന്മം കൊടുക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് ഭവനങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ്. കാരണം ആ പ്രദേശം മുഴുവനും ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ഭൂരിഭാഗവും ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിറയപ്പെട്ടിരുന്നതാണ്. അവിടെ മനോഹരമായ വീടുകൾ അല്ലെങ്കിൽ സത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതായ അവസരത്തിൽ അതിൻ്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ ഗുഹകൾ ഉണ്ടായിരുന്നു. ഈ ഗുഹകളെല്ലാം തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്നതായിരുന്നു. അപ്രകാരമുള്ള ഒരു സ്ഥലത്താവാം ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കുന്നത് എന്ന് ചരിത്രത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നാം മനസ്സിലാക്കുകയാണ്. ബേത്ലഹേമിലുള്ള തിരുപ്പറവിയുടെ ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നും പടികൾ ഇറങ്ങി താഴെ ഭാഗത്തേക്ക് ചെന്ന് ഒരു ഗുഹ പോലെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ അത്രേ യേശുക്രിസ്തു ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അവിടെ ലത്തീൻ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇവിടെ കന്യക മറിയാമിൽ നിന്നും യേശുക്രിസ്തു ജനിച്ചു എന്ന്. യേശുക്രിസ്തു ജനിക്കുമ്പോൾ കിഴക്ക് നിന്ന് ജ്ഞാനികൾ അഥവാ രാജാക്കന്മാർ അഥവാ വിദ്വാൻമാർ വരികയാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആ ഭാഗം വളരെ സ്പഷ്ടമായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ വേദഭാഗം അല്പം ചിന്തിച്ച് ധ്യാനിച്ച് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരികയാണ്. വേദപുസ്തകം അവരെ വിദ്വാൻമാരെന്നാണ് വിളിക്കുന്നത്. അവർ നക്ഷത്രം കണ്ടു വന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിച്ച് അറിയുന്നുണ്ട്. ചിലർ പറയുന്നു അവർ പേർഷ്യയിൽ നിന്നുള്ള പുരോഹിതന്മാരായിരുന്നു. ചിലർ വാദിക്കുന്നു അവർ ബാബിലോൺ സ്വദേശികളായ ജ്യോതിഷന്മാരായിരുന്നുവെന്ന്. ഏതായാലും നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതായ പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് നാം അവരെ കാണുന്നത്. പേർഷ്യൻ വിബുധന്മാർ ആദ്യജനുപഹാരങ്ങളുമായി വന്നുൾപൂകി സംഭ്രമസഹിതം പ്രണമിച്ചുരജിതു നാഥാസ്തുതിതേ നിഖില ജഗന്നിർമ്മാതാവേ. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതി വച്ചിരിക്കുന്നത് അവർ പേർഷ്യയിൽ നിന്ന് വന്നവരായിരുന്നു എന്നാണ്.
എന്നാൽ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ സത്യാന്വേഷികളായിരുന്നു. അവരുടെ പ്രയാണം മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും. അന്ന് നക്ഷത്രങ്ങളെ നോക്കി ഭാവികാലം പ്രവചിക്കുന്നവർ അനേകരായിരുന്നു. വിദ്വാൻമാർ കണ്ട നക്ഷത്രം എന്തായിരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ എങ്കിലും അവർ നക്ഷത്രത്തെ കണ്ട് അതിൽ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇതാ ഒരു രാജാവ് പിറന്നിരിക്കുന്നു. ആ നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർ എത്ര പേരുണ്ടായിരുന്നുവെന്ന് കൃത്യമായിട്ട് വേദപുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ അവർ 3 സമ്മാനങ്ങൾ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതിനാൽ അവർ 3 പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്, കരുതിപ്പോരുകയാണ്. പിൽക്കാലത്ത് 7-ാം നൂറ്റാണ്ടിൽ അവർക്ക് പേര് വരെയും ലഭിച്ചു. മെൽക്കിയോർ, ബെൽത്താസാർ, കാസ്പർ, അങ്ങനെ 3 പേർക്കും 3 പേരുകൾ വരെയും നൽകപ്പെട്ടു. സ്നേഹിക്കപ്പെട്ടവരെ, അവർ പരിശുദ്ധനായ തോമാസ് ലീഹായിൽ നിന്ന് മാമോദീസ പിൽക്കാലത്ത് സ്വീകരിച്ചു വന്നവരെയും ഒരു ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്തായാലും സുറിയാനി സഭയുടെ വിശ്വാസമനുസരിച്ച് തുർക്കിയിൽ ഹാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് സുറിയാനി സഭയ്ക്കുള്ള ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഈ രാജാക്കന്മാർ അവിടെ എത്തിച്ചേർന്നുവെന്നും അവിടെ നിന്നുമാണ് അവർ ലോകരക്ഷകനെ കാണുവാൻ വേണ്ടിയിട്ട് ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചതും എന്നുള്ള ഒരു പാരമ്പര്യവും ഒരു വിശ്വാസവും ഒക്കെ നമുക്കുണ്ട്. ഇത് തന്നെയാകട്ടെ, അവർ രാജാവിനെ കാണുവാൻ യാത്ര തിരിക്കുകയാണ്. ആ യാത്രയിൽ വലിയൊരു ത്യാഗമാണ് അവർ അനുഷ്ഠിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി പണപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്കുണ്ടായതായ ആ വലിയ ചിലവ് നമ്മൾ മനസ്സിലാക്കണം. ദൂരദേശത്ത് നിന്ന് അവർ യാത്ര ആരംഭിച്ചതാണ്. പോരുന്നതായ വഴിക്ക് അവർക്ക് വഴിച്ചിലവുകളുണ്ട്, ഭക്ഷണം വേണം, അങ്ങനെ പല രീതിയിലുള്ള ചിലവുകളുണ്ട്. എങ്കിൽ തന്നെയും അതൊന്നും വലിയ ഭാരമായിട്ട് അവർ അവരുടെ ജീവിതത്തിൽ കണക്കാക്കിയില്ല. സാമ്പത്തികമായിട്ട് പണപരമായിട്ടുള്ള ചിലവുകൾ അവർക്കുണ്ടായി. രണ്ടാമതായി അവർ സമയം യേശുവിനെ കാണുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗരക്ഷകനെ കാണുവാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നുണ്ട്, ആട്ടിടയന്മാർ ബേത്ലഹേമിൽ കർത്താവ് ജനിച്ച സ്ഥലത്ത് വന്നപ്പോൾ തന്നെ അവരും എത്തിച്ചേർന്നു എന്നൊക്കെ. അതുകൊണ്ടാണല്ലോ നാം ഇന്ന് പുൽക്കൂടൊക്കെ ക്രമീകരിക്കുമ്പോൾ ആട്ടിടയന്മാരെ ഒരു ഭാഗത്ത് ക്രമീകരിക്കും, മറ്റൊരു ഭാഗത്ത് നമ്മൾ രാജാക്കന്മാരെ ക്രമീകരിക്കും, നക്ഷത്രത്തെ മുകളിൽ ക്രമീകരിക്കും, അങ്ങനെ എല്ലാം ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരുക്കി വയ്ക്കുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അവർ ഒരു വർഷത്തിൽ പരം സമയമെടുത്ത് യാത്ര ചെയ്താണ് അവർ ബേത്ലഹേമിൽ എത്തിച്ചേർന്നത് എന്ന്. അത്രയും ദൂരം അവർ സഞ്ചരിച്ചു എന്ന് മറ്റൊരു ഭാഗം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം, ആ വീട്ടിൽ ചെന്നു യേശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം അവർ കണ്ടു. ആ വീട്ടിൽ ചെന്ന് അവനെ കാണുന്നതായി അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, അവർ അപകടമാർഗങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. അവർ സഞ്ചരിച്ചതായ മാർഗത്തിൽ പലവിധത്തിലുള്ളതായ അപകടങ്ങൾ പതിയിരിപ്പുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് മോഷണം നടക്കാം, പിടിച്ചുപറി നടക്കാം, കൊലപാതകം നടക്കാം, അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടാകാം. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ യാത്ര ചെയ്തത്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അവർ യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിലെല്ലാം വലുതായിട്ട് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ 3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ലോകരക്ഷകനെ അവർക്ക് കാണണം. അതവരുടെ ആത്യന്തികമായിരിക്കുന്ന ആഗ്രഹമായിരുന്നു. അവർ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തെന്നിരിക്കാം. ലോകരക്ഷകനെ കാണണം. അവനെ എവിടെ കാണും? ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലാണോ, അതെയോ മറ്റൊരു വലിയ ബംഗ്ലാവിലാണോ, എവിടെ കാണും? അങ്ങനെയുള്ള ചിന്തയിൽ അവരിങ്ങനെ പലതും സംസാരിച്ച് പങ്കിട്ട് യാത്ര ചെയ്തെന്നിരിക്കാം. പക്ഷേ അവരുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ, ലോകരക്ഷകനെ കാണണം.
രണ്ടാമതായിട്ട് അവരുടെ ആഗ്രഹമായിരുന്നു അവനെ ശുശ്രൂഷിക്കണം. ഈ കൈവശം കരുതിയിരിക്കുന്നതായ ഈ വിശിഷ്ട വസ്തുക്കൾ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവനെ ശുശ്രൂഷിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് അവർ കണക്കാക്കുകയാണ്. മൂന്നാമതായിട്ട് അവനെ ആരാധിക്കണം. അവനെ ആരാധിക്കണം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങൾ അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. ആരാധിക്കുവാൻ വേണ്ടി, അവനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇതാ രാജാക്കന്മാർ അഥവാ വിദ്വാൻമാർ ആഗ്രഹിക്കുന്നതായി നമ്മൾ കാണുകയാണ്. അവർ യാത്ര ചെയ്ത് നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത് അവർ ഹെരോദായുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയാണ്. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ എത്തി. അവൻ്റെ ചരിത്രം പറയുന്നത്, ഹെരോദ രാജാവിനെ കുറിച്ച് പറയുന്നത്, അവൻ ഒരു സംശയരോഗിയായിരുന്നുവെന്നാണ്. സംശയരോഗിയായിരുന്നു. അവൻ്റെ മക്കളെ എല്ലാവരെയും ഈ സംശയരോഗം മൂലം അവൻ കൊന്നുകളഞ്ഞു. അവൻ്റെ ക്രൂരമായ നാടുവാഴ്ച മൂലം ആ രാജ്യത്തുണ്ടായിരുന്ന ഒരു മനുഷ്യന് പോലും അവന് ഇഷ്ടമല്ലായിരുന്നു. അവൻ 70 വയസ്സ് പ്രായമായപ്പോൾ അവൻ മനസ്സിലാക്കി, ഇനി എനിക്ക് അധികം വൈകാതെ മരണമുണ്ടാകും. അതുകൊണ്ട് അവൻ എന്താ ചെയ്തത്? അവൻ അവിടെ നിന്നും യെറിഹോവിലേക്ക് പോയി. യെറിഹോവിൽ ചെന്ന് അവിടെ തൻ്റെ അവസാന നാളുകൾ ചിലവഴിക്കുന്ന അവസരത്തിൽ യെരുശലേമിലുണ്ടായിരുന്ന ബുദ്ധിമാന്മാരെയും ധനാഢ്യന്മാരെയും ഒക്കെ അവൻ പിടിച്ചുകൊണ്ടുവന്ന് തുറങ്കലിൽ അടയ്ക്കുവാൻ വേണ്ടി അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ആ കൽപ്പന അനുസരിച്ച് അപ്രകാരം അവൻ്റെ സേവകന്മാർ ചെയ്യുകയാണ്. അവൻ ആഗ്രഹിച്ചത് ഇതാണ്, ഞാൻ മരിക്കുമ്പോൾ ഇവരെയും എന്നോടൊപ്പം കൊല്ലണം. കാരണം ഞാൻ മരിച്ചാൽ ഈ രാജ്യം വിലപിക്കുകയില്ല. പക്ഷേ ഇവരെല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ജനമെല്ലാം വിലപിക്കും. അപ്രകാരമുള്ള കുതന്ത്രങ്ങൾ എപ്പോഴും ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരുന്നവനായിരുന്നു ഈ ഹെരോദ രാജാവ്. അവൻ എന്താണ് ചെയ്യുന്നത്? ഈ വിദ്വാൻമാർ അവിടെ ചെന്ന് അവർ കണ്ടതായ സംഭവത്തെക്കുറിച്ചും അവർക്കുണ്ടായതായ ആ വലിയ അനുഭവത്തെക്കുറിച്ചും ലോകത്തിൻ്റെ രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളതായ വലിയ സന്ദേശം അവനോട് അറിയിച്ചപ്പോൾ അവൻ ഉൾഭയം കൊണ്ട് ഏറെ ഭാരപ്പെടുകയാണ്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? അവൻ കൽപ്പിച്ചു, ഒരു കാര്യം ചെയ്യ്, ശാസ്ത്രിമാരെ വിളിച്ചു വരുത്തുക, മഹാപുരോഹിതന്മാരെ വിളിച്ചു വരുത്തുക, പരീശന്മാരെ വിളിച്ചു വരുത്തുക. പരീശന്മാരെ വിളിച്ചു വരുത്തി. പരീശന്മാർ മോശയുടെ ന്യായപ്രമാണ പുസ്തകവും പഴയ നിയമ പുസ്തകവുമെല്ലാം ഹൃദയസ്ഥമാക്കിയിരിക്കുന്നവരാണ്, പണ്ഡിതന്മാരാണ്. മഹാപുരോഹിതന്മാർ അവർ ഉന്നത കുലജാതരാണ്. അതോടൊപ്പം തന്നെ അവർ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കാം. അതുകൊണ്ട് ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞവരും ഇപ്പോൾ ചുമതലയിലുള്ളവനുമായ അങ്ങനെയുള്ള മഹാപുരോഹിതന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. അവരോട് ചോദിക്കുന്നു, മശിഹ എവിടെ ജനിക്കും? യാതൊരു സംശയവും കൂടാതെ അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. മീഖാ പ്രവചന പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം, അവൻ ബേത്ലഹേമിൽ ജനിക്കും എന്നുള്ളത്. ഹെരോദോസ് ഈ അവസരത്തിൽ ഭയപ്പെടുകയാണ്. എന്നിരുന്നാലും അവൻ പ്രത്യക്ഷത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു ഭാവപ്രകടനം കാണിക്കുന്നില്ല. നേരെ മറിച്ച് അവൻ അവരോട് പറഞ്ഞു, ആട്ടെ, നിങ്ങൾ പോയി അവനെ കാണ്. അവനെ കണ്ട് അവനെ നമസ്കരിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ സ്ഥലവും ആ കാര്യങ്ങളുമൊക്കെ എനിക്ക് വെളിപ്പെടുത്തി തരണം. എനിക്കും ആഗ്രഹമുണ്ട് തുടർന്ന് അവനെ വന്ന് കാണുവാൻ, അവനെ നമസ്കരിക്കുവാൻ. സ്നേഹിക്കപ്പെട്ടവരെ, അങ്ങനെ അവരെ പറഞ്ഞയക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഹെരോദായുടെ കൊട്ടാരത്തിലേക്കാണ്. ഹെരോദായുടെ കൊട്ടാരത്തിൽ 3 വിഭാഗത്തിൽപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ കാണുന്നതാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മുഖമുള്ളവനായ ഹെരോദ രാജാവിനെ. അവൻ്റെ ഉള്ളിൽ പകയാണ്, അവൻ്റെ ഉള്ളിൽ വിദ്വേഷമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചു, ഈ സംശയ രോഗം മൂത്ത് തൻ്റെ 3 മക്കളെ വരെയും വകവരുത്തിയവനാണ് ഈ ഹെരോദ രാജാവ്. അവൻ്റെ അധികാരം, അവൻ്റെ സ്വാധീനം അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതായ ഒരു ബോധ്യം അവനുണ്ടായപ്പോൾ അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? യേശുവിനെ
നശിപ്പിച്ച് കളയണം. യേശുവിനെ ഇല്ലാതാക്കണം. യേശുവിനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി തീർക്കണം. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലത്ത് ഈ രാജകൊട്ടാരവുമായി അല്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിലുള്ള വ്യക്തികളുമായി നാം നമ്മളുടെ ജീവിതത്തെ ഒന്ന് ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ തലമുറയും പലപ്പോഴും ഇതേപോലെ ചിന്തിക്കുന്നവരല്ലേ? ക്രിസ്തുവിനെ വിട്ടിട്ടുള്ള ഒരു ജീവിതം, അത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ പലരുമില്ലേ? ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. അവൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ അമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. ദൈവം കൂടെയുള്ളപ്പോൾ നിശ്ചയമായിട്ടും ദൈവത്താൽ നിയന്ത്രിതമായിരിക്കുന്ന ഒരു ജീവിതമാണ് ഏവർക്കും ഉണ്ടാകേണ്ടത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. ഞാൻ രോഗസൗഖ്യത്തോടുകൂടി ഈ ലോകത്തിൽ നിലനിന്ന് പോകുന്നത് അത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപയുടെ ഭാഗമാണ്. രോഗിയായിട്ട് രോഗസൗഖ്യം കിട്ടുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് രോഗമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം സുരക്ഷിതമായി ഈ ലോകത്തിൽ നമ്മെ കാത്തു പരിരക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹെരോദ രാജാവിനെ പോലെ ഇന്ന് പലരും ദൈവത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിൽ ക്രിസ്തു ജനിക്കുന്നതായ ആ ദിവ്യ സ്മരണയെ പുതുക്കുന്നതായ അവസരത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ദൈവമുണ്ടോ എങ്കിൽ ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നാം ജീവിക്കുന്നുണ്ടോ? അത് ആയിരിക്കട്ടെ. രണ്ടാമതായി നമ്മൾ കാണുന്നുണ്ട്, യാതൊരു മാറ്റവുമില്ലാതെ എല്ലാം വിശദീകരിക്കുന്ന പുരോഹിതന്മാരും ശാസ്ത്രിമാരും. യേശു ജനിച്ചാലും ജനിച്ചില്ലേലും ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല എന്ന ഭാവത്തിൽ ജീവിക്കുന്നവരാണ് ഇവർ. അവിടെ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും അതേപോലെ തന്നെ ശാസ്ത്രിമാരെയും ഒക്കെ ഹെരോദ രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുന്നതായ അവസരത്തിൽ അവർക്ക് യാതൊരു മാറ്റവുമില്ല. അവർ പറയുന്നുണ്ട്, അതേ ബേത്ലഹേമിൽ മശിഹ ജനിക്കും, ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടക്കണമെന്നല്ലാതെ ഒരു ലോകരക്ഷകൻ ജനിക്കുമ്പോൾ അവനെ കാണുവാൻ, അവൻ ആരാണെന്ന് മനസ്സിലാക്കുവാനുള്ളതായ ആ ആഗ്രഹമോ ആ താല്പര്യമോ ഒന്നും തന്നെ അവരിൽ നമ്മൾ കാണുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ജനനം ഒരു മാറ്റത്തിന് മുഖാന്തരമായി തീരണം. ആത്മീകതയെ തികഞ്ഞ ലാഘവത്തോടുകൂടി കാണുവാൻ നമുക്ക് ഇടയാകരുത്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ന് നാം ആഗ്രഹിക്കുന്ന പ്രകാരം ദേവാലയത്തിൽ പോകുവാനോ അതേപോലെ തന്നെ മറ്റ് ആധ്യാത്മിക മേഖലകളിൽ നാം 2 വർഷം മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇപ്രകാരമൊക്കെയാണെങ്കിൽ തന്നെയും അവിടെയെല്ലാം ആത്മീകത കുറഞ്ഞു പോകാതെ, ആത്മീകതയ്ക്ക് ശോഷണം സംഭവിക്കാതെ, അത് അതിൻ്റേതായ നിലവാരത്തിൽ തന്നെ ഒരു പടി മുന്നോട്ട് എന്നുള്ള ആ ചിന്തയിൽ തന്നെ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമായി തീരണം. ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥ ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹം ധനാഢ്യനാണ്, അദ്ദേഹത്തിന് സമ്പത്ത് വളരെയധികമുണ്ട്, സ്ഥലമുണ്ട്, സ്വത്തുണ്ട്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭൃത്യനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, രാവിലെ ഇതാ ഞാൻ നിൻ്റെ കയ്യിൽ ഒരു വടി തരുന്നു, ഈ വടിയുമായി ഇന്ന് പകൽക്കാലം മുഴുവൻ നീ യാത്ര ചെയ്യുക. എത്ര ദൂരം നിനക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുമോ അത്രയും ദൂരം നീ യാത്ര ചെയ്യുക. നീ പോയി ഈ കുറ്റി എവിടെയെങ്കിലും അടിച്ചിട്ട് ഈ വടി എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ട് നീ മടങ്ങി വരണം. സന്ധ്യയാകുന്നതിന് മുമ്പ് എൻ്റെ അടുക്കൽ മടങ്ങി വരണം. ഈ മനുഷ്യൻ ഈ കുറ്റിയും വാങ്ങിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചു. പകൽ മുഴുവനും യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം
വൈകുന്നേരം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാക്സിമം എൻ്റെ കൈവശമാക്കണം. അങ്ങനെ യാത്ര ചെയ്ത് ഒരു മലയുടെ മുകളിലെത്തി. താഴോട്ട് നോക്കിയപ്പോൾ വിശാലമായി കിടക്കുന്നതായ താഴ്വാരം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്നും നേരെ താഴ്വാരത്തേക്ക് ഇറങ്ങി. ഒരു സ്ഥലത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആ കുറ്റിയടിച്ചു. അദ്ദേഹം തിരിച്ച് യാത്ര ആരംഭിച്ചു. പകൽ മുഴുവനും യാത്ര ചെയ്യുന്ന ക്ഷീണമുണ്ട്. സൂര്യൻ്റെ ചൂടേറ്റ് അല്പം പോലും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തളർച്ചയുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ഇദ്ദേഹം തിരിച്ച് നടക്കുകയാണ്. ഒരു പ്രകാരം അദ്ദേഹം ഈ മലയുടെ മുകളിലെത്തി. മുകളിൽ നിന്നും വളരെ വേഗത്തിൽ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. കാരണം സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് ചായ്ഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നടക്കുകയാണ്. നടക്കുമ്പോൾ കാലിടറുന്നുണ്ട്. കാരണം ശരീരം ദുർബലമായി തീർന്നു. 1-2 സ്ഥലങ്ങളിൽ ഇടറി വീണു. എന്നിരുന്നാലും സന്ധ്യയ്ക്ക് മുമ്പ് എൻ്റെ യജമാനൻ്റെ അടുക്കൽ മടങ്ങിയെത്തണം, ആ വാക്ക് ഞാൻ പാലിക്കണം. അങ്ങനെ അദ്ദേഹം കുറേ ദൂരം കൂടി പിന്നിട്ടു. അദ്ദേഹം അവിടെ വീണു, വീണ്ടും എഴുന്നേറ്റു, തളർന്നു വീണു. അവസാനം ആ പോകുന്ന വഴിയിൽ തന്നെ അദ്ദേഹം വീണു മരിക്കുകയാണ്. ടോൾസ്റ്റോയ് അവസാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ശ്രദ്ധേയം. അല്ലയോ മനുഷ്യ, 6 അടി മണ്ണ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ 6 അടി മണ്ണിൽ കൂടുതൽ നിനക്കെന്ത് അവകാശം ഈ ലോകത്തിലുണ്ട്? സ്നേഹിക്കപ്പെട്ടവരെ, ഈ ലോകത്തിൽ പലതിനെക്കുറിച്ചും നാം ആകുലരായിക്കൊണ്ടിരിക്കുമ്പോൾ, പലതിനു വേണ്ടിയുള്ളതായ നെട്ടോട്ടം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തു എവിടെയാണ്? ക്രിസ്തു എവിടെയാണ്? അതേ പുരോഹിതന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ എന്ത് സംഭവിക്കട്ടെ, ഐ ഡോണ്ട് കെയർ, ആ ഒരു ചിന്താഗതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമോ? ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തണം. ക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാർ പാടി, തെശുബുഹത്തോ ലാലോഹോ ബമറൗമേ അല്ലറവോ സ്ലോമോ ഷൈനോ സബുറോത്തോ ബോലബുനൈനോശോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ നിത്യമായ സമാധാനത്തെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തുവാനായിട്ട് സാധ്യമായി തീരട്ടെ. മൂന്നാമതായിട്ട്, അവനെ ആരാധിക്കുവാനും കുമ്പിടുവാനും ആഗ്രഹിക്കുന്നതായ ഒരു വിഭാഗത്തെ നമ്മൾ കാണുകയാണ്, വിദ്വാൻമാർ. അവനെ ആരാധിക്കുവാനായിട്ട് അവർ വരികയാണ്. അവരുടെ കയ്യിലെ സമ്മാനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്നാമതായിട്ട് അവരുടെ കയ്യിൽ സ്വർണമുണ്ടായിരുന്നു. അത് രാജാവിനുള്ള കാഴ്ചയാണ്. രണ്ടാമതായി അവരുടെ കയ്യിൽ കുന്തിരിക്കമുണ്ടായിരുന്നു. അത് പുരോഹിതൻ്റെ കാഴ്ചയാണ്. മൂന്നാമതായി അവരുടെ കയ്യിൽ മീറയുണ്ടായിരുന്നു. അത് മരിക്കുന്നവർക്ക് കൊടുക്കുവാനുള്ളതാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ഈ 3 വിശിഷ്ട വസ്തുക്കൾ അവൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് അവർ അവനെ ആരാധിക്കുകയാണ്. ദൈവപുത്രനെ കണ്ട് സായൂജ്യമടയുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്ത ആ 3 വിദ്വാൻമാർക്ക് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ചേരുവാൻ അവർക്ക് സാധിച്ചു. കാരണം ആ നക്ഷത്രം ബേത്ലഹേമിൽ കർത്താവ് ആയിരുന്ന ആ ഭവനത്തിൻ്റെ മുകളിൽ വന്ന് അത് നിശ്ചലമായി തീരുകയാണ്. അതേ, ജീവിതത്തിൽ ലക്ഷ്യം വേണം. ഭൂമിയിലേക്ക് നോക്കി യാത്ര ചെയ്യുകയല്ല, സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവത്തെ കാണുവാൻ ആഗ്രഹത്തോടുകൂടി ഒരു യാത്ര മനുഷ്യ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഈ വർഷത്തെ ക്രിസ്മസ് ക്രിസ്തുവിനെ തേടിയുള്ള ഒരു യാത്രയാവട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് പുൽക്കൂടിലേക്ക് നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു യാത്രയാകട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് സമാധാനവും സന്തോഷവും തരുന്ന ഒരു ക്രിസ്മസായി തീരട്ടെ. ക്രിസ്മസിൻ്റെയും വരുന്നതായ പുതിയ വർഷത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും ദൈവനാമത്തിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Body